നിത്യവും നിൻ കൃപ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാനന്ദഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ തീർത്ഥമാക്കണം. എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ബഹുമാന്യനായ പ്രിൻസിപ്പൽ ശ്രീ ചന്ദ്രബോസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വായനാ ദിനത്തിന്റെ വായനയുടെ പ്രത്യേകത എന്താന്ന് പറയാമോ? ആരും ഈ വായിക്കുന്നതും നമ്മുടെ സിനിമ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം പറയാമോ? ആരും അത് സിനിമ കണ്ടാലും ഉണ്ടാവും. മൊബൈൽ വേറെ വായിക്കുകയല്ല, മൊബൈൽ വായിച്ചാലും ഒന്നും വായിക്കില്ലേ. വായനയും ഒരു പിക്ചറൈസേഷൻ, ഒരു സിനിമ കാണുന്ന വ്യത്യാസം ഉണ്ടാകും. ശ്രദ്ധിക്കുക, വായനയുടെ സുഖം സ്പെഷ്യലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അതിൽ കാണുന്ന ഹീറോ ആണ് ഹീറോ. ഒന്ന് മാതാപിതാക്കൾ, ആദ്യത്തെ പില്ലേഴ്സ്, ആദ്യത്തെ തൂൺ പില്ലർ എന്ന് പറയുന്നത് തൂണാണ്. ആദ്യത്തെ തൂൺ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. രണ്ടാമത്തെ തൂൺ എന്ന് പറയുന്നത് അധ്യാപകരാണ്. മൂന്നാമത്തെ ഒരു തൂൺ കൂടെ പറയുന്നുണ്ട്, അത് മെന്റേഴ്സാണ്, അവർക്ക് വഴി കാണിക്കുന്നത്. ആ പുസ്തകം വായിക്കുമ്പോൾ വളരെ രസമായിട്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഇന്ന് നമ്മൾ നോക്കും, മെസ്സി എന്നൊക്കെ ഇന്നലൊക്കെ നമ്മൾ പോയി ഒരു മെസ്സിയെ ആരാധിക്കരുത്. മെസ്സി ഒരു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ കാണുമ്പോൾ ആ ലെവലിലേക്ക് പോയത് അതൊരു ജസ്റ്റ് ഒന്ന് കാണുക മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്, അതിലേക്ക് വരിക. വായനാ ദിന കവിത ചൊല്ലുന്നതിനായി ഷാരോൺ രാജേഷിനെ ക്ഷണിക്കുന്നു. നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. അക്ഷരത്തേക്കണം, അറിവിന്റെ തേക്കണം, അവിടുന്ന് നമ്മൾ നുകർന്നിടണം. അക്ഷരത്തേക്കണം, അറിവിന്റെ തേക്കണം, അവിടുന്ന് നമ്മൾ നുകർന്നിടണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ വിദ്ര കഴുകും വരെ. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ വിദ്ര കഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിച്ചോലയായൊഴുകിയിടണം. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിച്ചോലയായൊഴുകിയിടണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. വേദന സന്ദേശം നൽകുന്നതിനായി ബഹുമാനിയായ എച്ച് എം ശ്രീമതി അമുത ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഇല്ലാത്തവരും നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി 9 മണിക്ക് തന്നെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങളെ ഒന്നുകൂടി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ ജൂൺ 19 PN പണിക്കർ ചരമദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ സെന്റൻസ് അറിയാം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പൊ ഇതിന്റെ വായിച്ചാൽ വളരും എന്ന് വെച്ചാൽ പൊക്കം വെച്ചുകൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞ് അങ്ങനെയല്ല അത് നമുക്ക്. അപ്പം വായിക്കുന്നത് കൊണ്ടുള്ള നമ്മളുടെ എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റും. ഞാൻ വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വായനാദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് 2 മണിക്ക് UP ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി
കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നോവലാണ് നജീബ് എന്ന പ്രവാസിയുടെ കഥ പറയുന്നത്? ബെന്യാമിന്റെ ഏത് നോവലാണ് നജീബ് എന്ന പ്രവാസിയുടെ കഥ പറയുന്നത്?